പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമല്ലോ. ഏറ്റവും പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ, ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, എല്ലാവർക്കും ധന്യനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഊഷ്മളമായിട്ടുള്ള വന്ദനം പറയുന്നു. ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് നൽകി. നമ്മളുടെ ഈ കൺവെൻഷൻ്റെ രണ്ടാമത്തെ പകൽ ഒരുമിച്ച് കൂടി വന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ അവസരമുണ്ടായി. അനുഗ്രഹീതമായ സന്ദേശങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ സന്ദേശങ്ങളും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വിശേഷാൽ ഈ ഉച്ച കഴിഞ്ഞ സെഷൻ എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ അറിയാം. നമ്മൾ രാവിലെ മുതൽ ഇങ്ങനെ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഭക്ഷണമൊക്കെ കഴിഞ്ഞ് സാധാരണഗതിയിൽ എല്ലാവരും ഒന്ന് മയങ്ങുന്ന ശീലമുണ്ട്. സ്വാഭാവികമായിട്ടും മയങ്ങാൻ സാധ്യതയുണ്ട്. എന്നാലും ഞാൻ നോക്കിയപ്പോൾ എല്ലാ കണ്ണുകളും തുറന്നിരിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഏറ്റവും സ്നേഹമുള്ള കർത്താവിൻ്റെ ദാസൻ പ്രിയ നമ്മുടെ പി വി ചെറിയാൻ പാസ്റ്റർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട കെ എ ഡേവിഡ്, അതുപോലെ പ്രിയ ചെറിയാൻ പാസ്റ്റർ, പയ്യനാമൻ്റെ സെൻട്രൽ ശുശ്രൂഷകൻ പ്രിയ ബാബു ജോസഫ്, പ്രാരംഭത്തിലെ പ്രാർത്ഥിച്ച കർത്താവിൻ്റെ ദാസൻ അനിൽ പി ശ്യാമൽ സാർ, മറ്റെല്ലാ ദൈവമക്കളും എല്ലാ ദൈവദാസന്മാരെയൊക്കെ ഓർക്കുന്നു. വിശേഷിച്ച് ഈ അനുഗ്രഹീതമായ കൺവെൻഷനിൽ എനിക്കും ഇങ്ങനെ ഒരു അവസരം നൽകിയ ദൈവത്തെ ഞാൻ പ്രാരംഭമായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇതിന് മുഖാന്തരമായ ദൈവസഭയുടെ സ്റ്റേറ്റ് ഓവർസിയർ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട CC തോമസ് സാറിനോടും ടീമിനോടും ഉള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദിയും കൂടെ ഈ സമയം ഞാൻ ഓർപ്പിക്കുന്നു. വളരെ വിശാലമായ നിലയിൽ നാം ഈ ദിവസങ്ങളിലെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് മഹത്വം. എനിക്ക് നല്ല ബോധ്യമുണ്ട്, എൻ്റെ മുമ്പിലിരിക്കുന്ന ബഹുഭൂരിപക്ഷം ദൈവദാസന്മാരും ഏറ്റവും ശക്തിയോടെ ദൈവജനത്തിൽ ശുശ്രൂഷിക്കുന്ന ആളുകളാണ്. ഏറ്റവും കൂടുതലുള്ളത് പാസ്റ്റർമാരാണ്, അല്ലെങ്കിൽ പാസ്റ്റർമാരുടെ ഭാര്യമാരാണ്. നിങ്ങളൊക്കെ നന്നായി പ്രസംഗിക്കുന്ന ആളുകളാണ്. എല്ലാവർക്കും പ്രസംഗിക്കാൻ അവസരം ഇവിടെ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ചിലർക്ക് മാത്രം ലഭിക്കുന്നത്. എനിക്കറിയാം, ഒരുപക്ഷെ ഞങ്ങളെക്കാൾ നന്നായി ശുശ്രൂഷിക്കുന്ന ആളുകൾ ഇതിൻ്റെ നടുവിലുണ്ട്. കർത്താവിന് സ്തോത്രം. ഞാൻ 1989 പെന്തിക്കോസ്ത് വിശ്വാസത്തിലേക്ക് വരുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനായി അതിൻ്റെ സംസ്ഥാനത്തെ ഒരു സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ചുമതല വഹിക്കുന്ന കാലത്ത് ആണ് ഈ വിശ്വാസ വിഷയത്തിലേക്ക് വരുന്നത്. എൻ്റെ സ്വദേശം തുവിയൂരാണ്. തുവിയൂർ ചച്ചപ്ഗോഡിന് അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. ആ കാലഘട്ടത്തിൽ അതിനടുത്തുള്ള ഒരു സ്ഥലത്ത് ആ പാർട്ടിയുടെ വളരെ സജീവ പ്രവർത്തകനായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിട്ടായിരുന്നു ഞാനായിരുന്നത്. അതിൻ്റെ ഒരു സഖാവ് മുരളി, അദ്ദേഹം പെന്തിക്കോസ്തിലോട്ട് പോയി. പെന്തിക്കോസ്തുകാരുടെ യോഗത്തിനും പ്രാർത്ഥനയ്ക്കുമൊക്കെ പോയി. കൃത്യമായിട്ട് പറഞ്ഞ 1989 നവംബർ മാസം 29 അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ, എൻ്റെ പപ്പ ഒരു എക്സ് മിലിറ്ററിയാണ്, പട്ടാളത്തിൽ കമ്പൗണ്ടറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തരത്തിൽ ഇച്ചിരി മദ്യപാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെ ഈ പ്രയാസങ്ങളും സങ്കടങ്ങളും നമ്മൾ ഈ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും മനസ്സിനൊരു സന്തോഷം പോരാ, ഒരു വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സഹോദരൻ പെന്തിക്കോസിൽ പോയത്. ആ പെന്തിക്കോസിൽ പോയ സഹോദരനോട് പെന്തിക്കോസിൽ പോകരുത്, എവരുടെ കൂടെ പോയാൽ കുഴപ്പമാണ്, ഏതോ ഒരു പ്രത്യേക സൈസ് ആളുകളാണ് അവർ, അതുകൊണ്ട് എവരുടെ കൂടെ പോകരുതെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നേരെയാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സന്ധ്യാസമയത്ത് ഞാൻ പോയതാണ്. രാത്രി 9 മണിയായപ്പോൾ ഞാൻ നേരെയായി. അങ്ങനെ ഒരു 32 വർഷങ്ങൾക്ക് മുമ്പ് ഈ വലിയ ദൈവത്തെ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും ഓരോ ദൈവമക്കൾക്കും ഇത്തരമൊരു സാക്ഷ്യം ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. സാധാരണ ആളുകൾ പറയുന്നതിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ട്. എല്ലാ ലോകത്തിൽ മനുഷ്യരുടെ കൂടെയാണ് നാം സഹകരിക്കുകയെങ്കിൽ അതിൻ്റെതായ പ്രശ്നമൊക്കെ ഉണ്ടാവും. ഹലോ, നമ്മൾ എത്രയോ പേർക്ക് പ്രയാസമാണ്.
എത്ര പേർക്ക് നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഈ വിശ്വാസ വിഷയം ഒരു സത്യമാണ്. ഇതിൽ പറയുന്ന ദൈവം ശക്തനാണ്. ഞാനും നിങ്ങളും കണ്ടെത്തിയ മാർഗം സത്യമാണ്. ഒരിക്കലും നമുക്ക് തെറ്റുപറ്റിയിട്ടില്ല. ഈ പകൽ ഉറപ്പുള്ള ആളുകൾ എത്ര പേരുണ്ട്? ഒരുപക്ഷെ നമുക്ക് പ്രതിസന്ധികൾ വന്നേക്കാം, ഇപ്പോഴും കഷ്ടത്തിലൂടെ ആയിരിക്കും പോകുന്നത്, വേദനകളൊക്കെ ഉണ്ടായിരിക്കാം, നിരാശപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ വന്ന് ചേർന്നിരിക്കുന്നത് തെറ്റായ ഒരു സ്ഥലത്തല്ല. അടുത്തിരിക്കുന്ന ആളിനോട് പറഞ്ഞാട്ടെ, വന്ന് ചേർന്ന ഒരു സ്ഥലം മോശപ്പെട്ട സ്ഥലമല്ലെന്ന്. ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വന്നു ചേർന്ന സ്ഥലം ഒരിക്കലും മോശപ്പെട്ട സ്ഥലമല്ല. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കും, ഞാൻ ഈ രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നപ്പോൾ കവലകളിലൊക്കെ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, കവലകളിലൊക്കെ. അതുകൊണ്ട് ഈ വേദവസ്തം ഇങ്ങനെയൊന്നും പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടായിരുന്നേ ഉള്ളൂ. ഇങ്ങനെ പ്രസംഗിക്കാനൊക്കെ പറ്റുമായിരുന്നു. ആ ഷൈജു പാസ്റ്റൊക്കെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കവലയിലെ സ്ഥിരം ആളുകൾ. അപ്പോൾ അതുകൊണ്ട് എന്നാൽ പ്രസംഗം ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്, ഏറ്റവും ചെറിയ ഭാഗമാണ്. നമ്മളുടെ പ്രസംഗം, സുവിശേഷകരായ നമ്മളും അറിയണം, നമ്മളുടെ പ്രസംഗവും പഠിപ്പിക്കലും എല്ലാം ഒരു ചെറിയ ഭാഗമാണ്. നമ്മുടെ വലിയ ഭാഗം നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതം എത്ര ശക്തമാണോ, നമ്മുടെ രഹസ്യ ജീവിതം എത്ര ശക്തമാണോ, നമ്മുടെ പ്രാർത്ഥന എത്ര ശക്തമാണോ, അത്തരത്തിൽ ആ ദൈവശക്തി നമ്മളിൽ ഇങ്ങനെ നിലനിൽക്കുവാനായിട്ട് ഇടയായിത്തീരും. ചിലപ്പോൾ എല്ലാ ആളുകൾക്കും ഇതുപോലെ പ്രസംഗിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷേ ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്ന കാലത്ത് പരിചയപ്പെട്ട ഒരു പാസ്റ്ററുണ്ട്. അദ്ദേഹത്തിന് വലിയ പ്രസംഗമില്ല. പക്ഷേ ആ പുള്ളി ഒരു വീട്ടിൽ കയറി പ്രാർത്ഥിച്ച ആളുകൾ രക്ഷിക്കപ്പെടും. പുള്ളിക്ക് വലിയ തിയോളജി അറിഞ്ഞുകൂടാ, വലിയ സംഭവങ്ങളൊന്നും അറിഞ്ഞുകൂടാ. പുള്ളി ചാടിക്കയറി പറഞ്ഞ് രക്ഷിക്കപ്പെട്ടില്ല, നരകത്തിൽ പോകുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്തിനു പറയുന്നു, പുള്ളി 4 പ്രാവശ്യം കയറുമ്പം ആ വീട് രക്ഷപ്പെടും. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ നടന്ന് കാല് തേഞ്ഞിരിക്കുക. അതുകൊണ്ട് ഓരോ ആളുകൾക്കും ദൈവം ഓരോ കൃപ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമ്മെ ഓരോരുത്തരും ദൈവം ഓരോ വിഷയങ്ങളിൽ അഭിഷേകം ചെയ്തിട്ടുണ്ട്. നമ്മളെ ദൈവം അഭിഷേകം ചെയ്തതിന് ഇന്ന് പകല് സ്തോത്രം ചെയ്യണം. ദൈവം നമ്മെ ഉപയോഗിക്കുന്നതിന് നമ്മൾ സ്തോത്രം ചെയ്യണം. ഞാൻ തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ വിശാലമായിട്ട് ഈ ദിവസങ്ങളിൽ കേൾക്കുക. അതുകൊണ്ട് അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുന്നു. നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന, ബഹുഭൂരിപക്ഷം ആളുകൾ വിശ്വസിക്കുന്നത് വിശുദ്ധനായ പൗലോസാണ് ഈ ലേഖനം എഴുതിയ എന്ന കാര്യമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഏതാണ്ട് പ്രധാനപ്പെട്ട 3 പ്രധാന ശ്രേഷ്ഠതകളാണ് ഈ പൗലോസ് ഈ വാക്യങ്ങളിലൂടെ നമ്മളോട് പ്രധാനമായിട്ട് ഓർപ്പിക്കുന്നത്. ഒന്ന്, ആദ്യത്തെ ഭാഗം ക്രിസ്റ്റോളജിയാണ്, ക്രിസ്തുശാസ്ത്രപരമാണ്. ക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ ശ്രേഷ്ഠത, ക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ ശ്രേഷ്ഠത. യേശുവിനെ നോക്കുന്ന കാര്യം ഒക്കെ നമ്മളിവിടെ കേട്ടു. യേശുവിനെ കണ്ടാൽ, യേശുവുമായി അടുത്ത് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മളെ സ്വാധീനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ്. യേശുവിൻ്റെ വ്യക്തിത്വം ലോകത്തിൽ ഇന്ന് വരെ ജനിച്ചിട്ടുള്ള ഏതൊരു മഹാന്മാരെക്കാളും ഏതൊരു ഗുരുക്കന്മാരെക്കാളും ഏറ്റവും ശ്രദ്ധേയമായ വ്യക്തിത്വം നമ്മളുടെ കർത്താവായ യേശുവാണ്. ഞാൻ എൻ്റെ ചെറിയ അറിവിൽ കുറേ ആളുകളെ കുറിച്ചൊക്കെ വായിക്കുവാൻ എനിക്ക് ഇട വന്നിട്ടുണ്ട്. ഫിദൽ കാസ്ട്രോ, മാവോ സേ തുങ്, അതുപോലെ തന്നെ മാർക്സ്, എംഗൽസ്, അതുപോലെ ഒത്തിരി ആളുകളെ കുറിച്ചൊക്കെ വായിക്കാനിടയിൽ. അവരൊക്കെ വളരെ വലിയ ആളുകളാണ്. ഒരു മനുഷ്യനെ സ്വപ്ന ലോകത്തിലേക്ക് നടത്തുവാൻ കഴിയുന്ന വാക്ചാതുര്യമുള്ള ആളുകൾ ലോകത്തിലുണ്ട്. ഒരാളൊരു പ്രസംഗം കഴിഞ്ഞപ്പോൾ, ഞാൻ ഒരു പാർട്ടിയിലായിരുന്നു പറഞ്ഞല്ലോ, ആ പാർട്ടിയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഞാൻ പേര് ഓർപ്പിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞേച്ച് നമ്മളോട് പറയുക, അങ്ങനെ ചെയ്യാൻ പറഞ്ഞ് നമ്മൾ ചെയ്യും. അത്ര വാക്കുകളുടെ സ്വാധീനമുള്ള ആളുകൾ ലോകത്തിലുണ്ട്. പക്ഷേ യേശുവിനെ പോലെ വ്യക്തിത്വമുള്ളവർ ലോകത്തിൽ ആരുമില്ല. മനുഷ്യരോടും ആളുകളോടും നമ്മൾ അടുത്തടുത്ത് വരുമ്പോൾ, നിങ്ങൾ എന്നെ ആദ്യം കാണുന്നത് പോലെയല്ല, എന്നോട് കൂടുതൽ അടുത്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, അയ്യോ ഇയാൾക്ക് ഇത്തിരി കുറവൊക്കെ ഉണ്ടായിരുന്നു. ഹലോ, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തോന്നത്തില്ലേലും എനിക്ക് എന്നെക്കുറിച്ച് തോന്നത്തില്ല, അത് സത്യമാണ്. നമ്മളിങ്ങനെ ആളുകളോട് അടുത്തടുത്ത് വരുന്ന അനുസരിച്ച് നമുക്ക് മനസ്സിലാവും, ഓ ഇദ്ദേഹത്തിന് ഇച്ചിരി കുറവുണ്ടായിരുന്നു, ദൈവത്തിന് സ്തോത്രം. എന്നാൽ എത്ര അടുത്ത് ചെന്നാലും, എത്ര അടുത്ത് സഹകരിച്ചാലും, എത്ര കാലം സഹകരിച്ചാലും എൻ്റെ യേശുവിനെ കുറിച്ച് ഒരാൾക്കും ഒരു സംശയം തോന്നത്തില്ല.
കാരണം അവന്റെ വായിൽ വഞ്ചന ഒട്ടുമില്ലാത്തവനാണ്. അവനെ പോലെ ആരുമില്ല. താങ്ക് യു ജീസസ്. യേശുവിന്റെ വ്യക്തിത്വം, ദ പേഴ്സണാലിറ്റി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ വ്യക്തിത്വം അദ്ദേഹം ഓർപ്പിക്കുന്നതാണ് ആദ്യത്തെ ചില ഭാഗങ്ങളിൽ. അതാ 1-ാമത്തെ അധ്യായം തുടങ്ങി 4-ാമത്തെ അധ്യായം ഏകദേശം പകുതി വരെ യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് നമുക്ക് അദ്ദേഹം ബോധ്യം വരുത്തുക. രണ്ടാമത് വ്യക്തിത്വത്തോടൊപ്പം തന്നെയാണ് ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിന്റെ പ്രവർത്തികൾ. എനിക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന സുവിശേഷകരെ, നമ്മൾ എന്തുകൊണ്ട് തെരുവിൽ പോയി പ്രസംഗിക്കുന്നു? നാം എന്തുകൊണ്ട് സഭയിൽ പ്രസംഗിക്കുന്നു? ലജ്ജ കൂടാതെ എന്തുകൊണ്ട് ഈ പുസ്തകം ചുമക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, എനിക്ക് വേണ്ടി ചിലത് ചെയ്ത ഒരാളെയാണ് ഞാൻ ഇന്ന് പകൽ പ്രസംഗിക്കുന്നത്. എനിക്ക് സ്വയം രക്ഷപ്പെടാൻ സാധ്യതയില്ലാതിരുന്ന, എനിക്കൊരിക്കലും സ്വസ്ഥത പ്രാപിപ്പാൻ സാധ്യതയില്ലായിരുന്ന എന്നെ ദൈവിക സ്വസ്ഥതയിലേക്ക് നടത്തുവാൻ എനിക്ക് വേണ്ടി സകലവും നിർവഹിച്ച ഒരു ദൈവത്തെ, യേശുക്രിസ്തുവിന്റെ പ്രവർത്തികൾ, യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വം, ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ആദ്യം നമ്മളോട് പറയുക. നമുക്കറിയാം, നമ്മളെല്ലാവരും പ്രസംഗിക്കും, പറയും, ആമേ ശൂന്യങ്കാരത്തി പറഞ്ഞത് എൻ്റെ പ്രിയൻ 10,000-ങ്ങളിൽ സുന്ദരൻ, 10,000-ങ്ങളിൽ സുന്ദരൻ. ടോൾസ്റ്റോയി പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ആകാര വടിവല്ല അയാളുടെ സൗന്ദര്യം, അയാളുടെ സൗന്ദര്യം അയാളുടെ നിലപാടുകളും അയാളുടെ വിശ്വസ്തതയുമാണെന്നാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് യേശുവിൻ്റെ രൂപം നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ നമ്മൾ അവനെ അനുഭവിച്ചവരാണ്. ഇന്ന് പകൽ എത്ര ആളുകളുണ്ട് യേശുവിനെ അനുഭവിക്കുന്നവർ? യേശുവിനെ ദീർഘവർഷങ്ങളായി നാം അനുഭവിക്കുന്നത് കൊണ്ട് നമുക്കറിയാം, ഇവൻ മഹാനായ ദൈവമാണ്. കർത്താവിന് സ്തോത്രം. അത് നമ്മളോട് അദ്ദേഹം ഓർപ്പിക്കുന്നു. രണ്ടാമത്, ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത. ഈ പൊസിഷനൊക്കെ വർദ്ധിക്കുന്ന അനുസരിച്ച് ആളുകളോടുള്ള അകലം കൂടും. ഹലോ, ലോക്കൽ പാസ് ആകുമ്പോൾ വലിയ പ്രയാസമില്ലാതൊക്കെ വരാം. സെൻട്രൽ പാസ്സായ ഒരു ഇച്ചിരൂടെ അല്ല, പിന്നെ ഞാൻ ബാക്കിയുള്ള മേപ്പോട്ട് പറയുന്നില്ല. പിന്നെ ഇങ്ങനെ മേളോട്ട് കൂടുന്ന അനുസരിച്ച് ആളുകളോടുള്ള അകലം എന്ത് ചെയ്യും? ഹലോ, സ്തോത്രം. ഞാൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നാണ് വന്നേ. ഈ വലിയ തിരുമേനി വരുന്ന ഉടനെ അദ്ദേഹത്തിന്റെ ആ കുപ്പായമൊക്കെ ഏതാണ്ട് പെരേരപ്പാസ് ഇരുന്ന് ചിരിക്കുന്നു. കുപ്പായത്തെ ഒന്ന് തൊടാൻ പോലും ഭയങ്കര. അപ്പൊ ആളുകൾ അങ്ങനെ സമ്മതിക്കുകയല്ല. അങ്ങനെ ഈ പൊസിഷൻ കൂടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ആ പദവികൾ കൂടുന്നതനുസരിച്ച് മനുഷ്യരിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും ആളുകൾ അകലം പാലിക്കും. സ്തോത്രം. ഹലോ, പാലിക്കുവോ? നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ കൈയൊന്ന് പൊക്കിയാൽ. സ്വോത്രം പറഞ്ഞില്ലേലും പദവികളൊക്കെ വരുന്നതനുസരിച്ച് അകലം പാലിക്കും. പക്ഷേ സ്വർഗത്തിന്റെ മണിമകുടമായ ഒരാൾ ഭൂമിയിലേക്ക് വന്ന് ഇവിടെ താമസിച്ചിട്ട് ഏതൊരാൾക്കും എപ്പോഴും ഒരു സെക്യൂരിറ്റിയും തടയാത്ത വിധം അദ്ദേഹത്തെ ചെന്ന് കാണാം. മാത്രമാണോ, രാപ്പകൽ നമ്മൾ കടന്ന് പ്രാർത്ഥനയാണ്. നമ്മൾ ഇവിടുത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ അമേരിക്കക്കാർ പ്രാർത്ഥിക്കുന്നു. ഭൂലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എപ്പോഴും ആർക്കും. നിങ്ങൾ നോക്കിയേ, എബ്രായ ലേഖനം പറഞ്ഞിരിക്കുകയാണ്, കൃപാസനം തുറന്നിട്ടേച്ച് വാ കുഞ്ഞെ, നിനക്ക് എപ്പോഴും എൻ്റെ അരിക്കൽ വരാം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യത്തോടെ, എത്ര ഉയർന്നവനായിട്ടും എന്റെ ദൈവത്തിന്റെ പൈതലെ, ഒരുപക്ഷെ ചിലരെങ്കിലും നിന്റെ നേരെ മുഖം തിരിച്ചപ്പോൾ ഒരിക്കൽ പോലും മുഖം തിരിക്കാത്ത ഉന്നതന്മാരിൽ ഉന്നതൻ. നമുക്കറിയാം, നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു പഴയ പാട്ടുണ്ട്, രാജാക്കന്മാരുടെ. അറിയാവുന്ന ഒരു കൈയെന്ന് പൊക്കിയേ. ഞാൻ ഈ ഡേവിഡ് പാസ് ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ പാടുന്നില്ല, കാരണം പാട്ട് എഴുതിയ ആൾ അത് കേട്ട് കരയണ്ടെന്ന് കരുതിയ. രാജാക്കന്മാരുടെ രാജാവേ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. അവൻ രാജാക്കന്മാരുടെ രാജാവ്, നേതാക്കന്മാരുടെ നേതാവ്. പക്ഷെ ഇന്ന് വരെ ഞാൻ അടുത്ത് എന്നപ്പോൾ ഞാൻ ബിസിയാ, അങ്ങോട്ട് മാറുന്നില്ലെന്ന് ഒരിക്കലും പറയാത്ത ഒരു മഹാദൈവം. അവന്റെ ശ്രേഷ്ഠത ഏതാണ്? അവൻ എത്ര ഉന്നതനായിരുന്നിട്ടും സാധുവായ എന്നോടും നിങ്ങളോടും കരുണ കാണിച്ച ദൈവം. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ശ്രേഷ്ഠത ഏതാണ്? പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കി, അത് അദ്ദേഹം നമ്മോട് പറയുന്നുണ്ട്. ഞാൻ എനിക്കത് വിശദീകരിക്കാൻ ഇഷ്ടമുണ്ടെങ്കിലും ഇതിൻ്റെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ മുമ്പിൽ അനുവദിക്കപ്പെട്ട സമയത്തിന് മുമ്പ് ഇരിപ്പാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത് നാം ആ കാര്യം പറഞ്ഞു. മൂന്നാമത് അദ്ദേഹം നമ്മളോട് പറയുന്ന, ഈ പുസ്തകം നമ്മളോട് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ശക്തിയുടെ ശ്രേഷ്ഠത. കർത്താവിന്
ശക്തിയുണ്ട്. നമുക്കറിയാം ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വിശ്വാസത്തിന് 2 തലങ്ങളാണ് അവർ പറയുന്നത്. അതിന് പറയുന്നത് ഒന്ന് മാർജാര വിശ്വാസം, 2 മർക്കട വിശ്വാസം. മാർജാര വിശ്വാസം എന്ന് പറഞ്ഞാൽ പൂച്ച വിശ്വാസം. മാർജാരം എന്ന് പറഞ്ഞാൽ പൂച്ചയുടെ വിശ്വാസം നിങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പൂച്ച പ്രസവിച്ച് കഴിഞ്ഞിട്ട് പൂച്ച ഒരിടത്ത് പ്രസവിച്ചാൽ 7 വീട്ടിലായിരിക്കും മക്കളെ വളർത്തുന്നതെന്നാണ് പറയുന്നത്. കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അതിനെ ഡിസ്റ്റർബ് ചെയ്തെന്ന് തോന്നിയാൽ ഈ വീട്ടിൽ നിന്ന് എടുത്തടുത്ത് അടുത്ത സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അതിന് ഈ കുഞ്ഞ് ഒന്നും ചെയ്യണ്ട, ചുമ്മാതങ്ങ് നിന്നു കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഒരു പരിപാടി നീ ശത്രു വരുന്നെന്നോ അവരെടുത്തോണ്ട് പോവുമെന്നോ അവർ പിടിച്ചോണ്ട് പോവുമെന്നോ ഒന്നും ചെയ്യണ്ട. അതിന് ഈശ്വരനിലേക്ക് വരുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ടത് തന്നെ ദൈവത്തിന് അങ്ങ് കൊടുക്കണം. എത്ര പ്രതിസന്ധി വന്നാലും എന്നെ കാത്തുകൊള്ളാൻ അവൻ മതിയായവൻ എന്ന് വിശ്വസിക്കണം. അപ്പൊ ദൈവശക്തിയുടെ ഒന്നാമത്തെ കാര്യം, എന്നെ പരിപാലിക്കാൻ കഴിയും, എന്നെ സംരക്ഷിക്കാൻ കഴിയും, എന്നെ നിലനിർത്താൻ കഴിയും, എനിക്ക് വേണ്ടത് സകലവും നിർവഹിക്കാനായിട്ട് കഴിയും. ഒന്ന് സ്തോത്രം ചെയ്യാവോ? എല്ലാം ചെയ്യാൻ കഴിയും. ഒന്ന് പറഞ്ഞ്, എനിക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ കഴിയും. എനിക്ക് വേണ്ടി ക്യാൻസർ സൗഖ്യമാക്കാൻ കഴിയും. ഞാൻ പറയുന്നു, 2024 ഈ അത്യന്താധുനിക യുഗമായാലും നമ്മൾ മറക്കരുത്, ഇന്നും കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയും. ഇന്നും എനിക്കും നിനക്കും വേണ്ടി അവിടുത്തെ അത്ഭുതം ചെയ്യാൻ കഴിയും. അത് അനുഭവിച്ചിട്ടുള്ളവരൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ സാധാരണ പറയും, സ്നാനപ്പെടുന്നത് സൗഖ്യത്തിന് വേണ്ടിയല്ല. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം.ഒ. എലിയാസ എന്നെ സ്നാനപ്പെടുത്തിയത്. അമ്മ സ്നാനപ്പെടുത്തപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും ഭയങ്കര ബഹളമാണ്. അപ്പോൾ അന്ന് ഏനാത്ത് സഭയിലെ ഒരു വീട്ടിൽ അമ്മ കൂടി വന്ന ചാവ. അപ്പം ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, ഇത് വീട്ടിൽ അറിഞ്ഞ പ്രശ്നം, അതുകൊണ്ട് തന്നെ ആരും കാണാത്ത സമയത്ത് കൊണ്ട് സ്നാനപ്പെടും. അദ്ദേഹം ആദ്യം സമ്മതിച്ചില്ല, പിന്നെ സമ്മതിച്ചു. ഞാൻ വെളുപ്പിനെ 5:30 5:45 ഇടയ്ക്കാണ് പോയി സ്നാനപ്പെട്ടെ. ആ സമയത്ത് സ്നാനപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ ഇതെനിക്ക് ഈ വിശ്വാസത്തിലേക്ക് വന്നിങ്ങനെ സ്നാനമൊക്കെ പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ഭയങ്കര സന്തോഷം. ഈ സന്തോഷം കൂടി ആരോടെങ്കിലും പറയും. അതാ ഇപ്പം നമ്മൾ ആരോടും മിണ്ടാതെ നടക്കുന്നത്. അടുത്തിരിക്കുന്നതോട് പറഞ്ഞാൽ ഇത് നിങ്ങളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന്. അപ്പോൾ സന്തോഷം വന്നാൽ നമ്മൾ ആളോട് സംസാരിക്കും, ആളുകളോട് പറയും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, എനിക്കിങ്ങനെ ഈ സന്തോഷം കൂടി. രാത്രി രഹസ്യമായി പോയി സ്നാനപ്പെട്ടതല്ലേ, സന്തോഷം കൂടിയപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. അവരെ ഇടയ്ക്കിടയ്ക്ക് ആരും അറിയാതെ പെന്തിക്കോസ്തുകാരുടെ യോഗത്തിന് പോകും. ഞാൻ പോയി ഈ ആൻറ്റിയോട് പറഞ്ഞു ഞാൻ സ്നാനം. പിന്നെ ആരോടും പറയേണ്ടി വന്നില്ല. സോദരം, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വിശ്വാസം, അപ്പോൾ എനിക്ക് പിന്നെ അങ്ങ് ഭയങ്കര പ്രതിസന്ധികളാണ്. വീട്ടിൽ ഭയങ്കര ബഹളം, ഉപദ്രവങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ഒരു 100,000 പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവമേ എനിക്ക് നിലനിൽക്കാൻ പറ്റുമോ, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഞാൻ അങ്ങ് പിടിച്ചു നിന്നതൊന്നും അല്ല, ദൈവം എന്നെ നിലനിർത്തിയതാ. ഇന്ന് പകലും ദൈവാത്മാവിനെ ഞാൻ വിളിച്ചു പറയാം, അവൻ്റെ ശക്തിയുടെ പ്രത്യേകത. ഞാൻ നിങ്ങളോട് സാധാരണ പറയുന്നത് വീണ്ടും ആത്മാവിൽ പറയുക, നമ്മളെ ആർക്കും ഇഷ്ടമല്ലെന്ന് തോന്നിയാലും ഇഷ്ടമുള്ള ഒരാളുണ്ട്. എന്റെയും നിന്റെയും മുഖം കാണാൻ ആരും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്. ഈ പുസ്തകം നമ്മോട് പറയുന്നു, എന്റെ കുറുപ്രാവായി, എന്റെ പ്രാവേ, പാറയുടെ പിളർപ്പിലും കടുംതൂക്കത്തിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ. കര ഉയർത്തി പറയണം, എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, എന്നെ കാണാൻ അവൻ ഇഷ്ടപ്പെടുന്നു, എന്റെ ശുഭത ഇഷ്ടപ്പെടുന്നു, എന്റെ നന്മ ഇഷ്ടപ്പെടുന്നു, എന്റെ സന്തോഷം ഇഷ്ടപ്പെടുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് ദൈവം ഭാഗ്യം അങ്ങ് നിന്ന് കൊടുക്കണം. അവിടുത്തെ ഇഷ്ടം പോലെ നമ്മളെ കൊണ്ടുപോകട്ടെ, അവിടുത്തെ ഇഷ്ടം പോലെ നമ്മെ നയിക്കട്ടെ. രണ്ടാമത് വിശ്വാസം എന്ന് പറഞ്ഞാൽ മർക്കട വിശ്വാസം. മർക്കടം എന്ന് പറഞ്ഞാൽ കുരങ്ങ്. ഈ കുരങ്ങിൻ്റെ തള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ കൊച്ചു കുട്ടിക്കുരങ്ങുകൾ ജനിച്ചു കഴിഞ്ഞാൽ ഈ തള്ളെ കയറി എന്ത് ചെയ്യും? ഒറ്റപ്പെടുത്തുക. ഈ മരത്തെ നിന്ന് ആ മരത്തോട് ചാടിയാലും അവിടുന്ന് അപ്പുറത്തോട്ട് ചാടിയാലും എങ്ങോട്ട് ചാടിയാലും പിടുത്തം പിടിച്ചതാ. ഹോത്രം. ബൈബിളിൽ ഒരു മനുഷ്യൻ പറഞ്ഞു, നീ അനുഗ്രഹിച്ചിട്ടല്ലാതെ, ഞാൻ പരുവപ്പെട്ടിട്ടല്ലാതെ പിന്നെ പുള്ളി വിടത്തില്ല.
ദൈവത്തിൻ്റെ വയതലെ ഇതൊരു വിശ്വാസ അനുഭവം. കയറി അങ്ങ് പിടിക്കണം. നീ ഇന്ന് പകൽ അവൻ്റെ ശക്തിയിൽ കയറി പിടിക്കണം. ഈ ദിവസങ്ങളിൽ കേട്ട വചനത്തിൻ്റെ ശക്തിയെ നീ കയറി പിടിക്കണം. നീ മുറുകെ പിടിക്കണം. അവൻ നീയും ഞാനും ദൈവ വയതലെ അറിയണം. അവന് ചിലത് ചെയ്യുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഞാൻ തിരിച്ചു വരുന്നു. അപ്പം നമ്മൾ മൂന്നാമത്തെ കർത്താവിൻ്റെ ഈ ശക്തിയുമായി ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം നമ്മോട് പറയുന്നു. ഒന്ന് വിശ്വാസത്തിൻ്റെ ശക്തിയാണ്. വിശ്വാസത്തിൻ്റെ ശക്തി. ദൈവം വിശ്വസിക്കുന്ന ഒരാളുടെ മേൽ ശക്തിയുണ്ട്. വിശ്വസിക്കുന്ന മേൽ ഒരു ശക്തിയുണ്ട്. അനുഭവിച്ചിട്ടുണ്ടോ? ദൈവത്തിന് നമുക്ക് ഇപ്പോൾ ഈ നോർമലായിട്ടിരുന്ന പിടി കിട്ടത്തില്ല. നമുക്ക് ചില പ്രശ്നം വരട്ടെ, നമ്മൾ ഈ ആളുകൾ ഇന്ത്യൻ സഭ, ഈ ഇന്ത്യയിലെ സഭയുടെ പ്രത്യേകത പറഞ്ഞാൽ സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നാണ് പറയുന്നത്. കേരളത്തിലെ ചർച്ച എന്ന് പറഞ്ഞാൽ സുന്ദരിയാണ്, പക്ഷെ ഉറക്കം ഇതുവരെ ഉണർന്നിട്ടില്ലെന്നാണ് പറയുന്നത്. ദൈവത്തിന്. അപ്പോൾ ലോകത്തിലെ ആളുകൾ ഈ സഭാശാസ്ത്രജ്ഞർ പറയുന്നത് ഇന്ത്യയിലെ സഭയ്ക്ക് കേരളത്തിലെ സഭയ്ക്ക് ഒരു പ്രതിബന്ധം ഉണ്ടായാൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? നിങ്ങളുടെ അഭിപ്രായം എന്തേലും ആകട്ടെ, പിടിച്ചു നിൽക്കാൻ പറ്റുമോ? നമ്മൾ വിചാരിക്കുന്നത് നമ്മളെല്ലാം കൂടെ അങ്ങ് പിടിച്ചു നിൽക്കുവാന്ന്. അങ്ങനെ ഉണ്ടായാൽ, അങ്ങനെ പ്രശ്നം വന്നാൽ, അപ്പോൾ ദൈവം നമ്മെ ശക്തീകരിക്കും. യഹൂദ ബാലന്മാർ നേരത്തെ പ്ലാൻ ചെയ്തില്ല തീക്കകത്ത് വീഴുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാമെന്ന്. തീക്കകത്ത് വീണപ്പോൾ അവരുടെ മേൽ ശക്തി വന്നു. ദൈവവേദലെ എന്താണെന്നറിയാമോ? ഈ ദൈവത്തിൻ്റെ പ്രത്യേകത, എൻ്റെ ബലഹീനതയ്ക്ക് ശക്തി പകരുന്ന ഒരാളെ എൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് എന്നെ ദൈവം ഈ കൃപയിൽ ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത്. എത്ര പേരത് ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഭയപ്പെടുന്നതൊന്നും സംഭവിക്കില്ല. എന്തെങ്കിലും പ്രതിബന്ധം വന്നാൽ നാം സ്വപ്നം കാണുന്നവരെ പോലെ മാറുകരയിലെത്തിയിരിക്കും. ദൈവത്തിൻ്റെ പൈതലെ നീ ഭയപ്പെടേണ്ടതില്ല. വേദപുസ്തകം ആളുകൾ എണ്ണിയവരെയൊക്കെ പറയുന്നത് 365 പ്രാവശ്യം പറയുന്നെന്ന. അങ്ങനെയെങ്കിൽ നാം അതിന് തന്നെ ഒരു സ്തോത്രം പറയണം. ഒന്നും പേടിക്കാനില്ല. എന്ത് ചെയ്യുവാൻ? ഒന്നുമില്ല. പ്രതിബന്ധം വന്നാൽ ദൈവം അതിന് മീതെ എന്നെ നടത്താൻ വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഈ പുസ്തകം എന്താ? വിശ്വാസത്തിന്റെ ശക്തി. വിശ്വാസത്തിന്റെ ശക്തി കഴിഞ്ഞാൽ അടുത്തത് ഈ ദൈവവചനം പറയുന്നത് പ്രത്യാശയുടെ ശക്തി. നമ്മൾ വായിച്ചിട്ടുണ്ട് ഹോപ്പ് അഗൈൻസ്റ്റ് ഹോപ്പ്. അത് അബ്രഹാമിനെ കുറിച്ചാണ് പറഞ്ഞത്. ആശയ്ക്ക് വിരോധമായി. നിങ്ങൾക്കറിയാമോ നമ്മുടെ ഈ ശരീരം രൂപപ്പെടുവോ? ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ സഭയെ ചോദിച്ചു, സ്വർഗത്തിൽ പോകുന്നവരെല്ലാം കൈവക്കാൻ. മിക്കവാറും ആളുകളൊക്കെ പൊക്കി, ഒരാൾ മാത്രം കൈവക്കില്ല. ഞാൻ ചോദിച്ചാൽ അത് നമ്മൾ പോകുമല്ലോ, പുള്ളി നമ്മളെ കൊണ്ടുപോയില്ലോ. ഹലോ, അതിന് നമ്മൾ പോകുമല്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങൾക്കൊരു സംശയമുണ്ടല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മളെല്ലാം വിചാരിക്കുന്നു ഇതാരെയും കൊണ്ട് പറ്റും. ഞാൻ പറയും, ഇതുവരെ വന്നത് ആരെയും കൊണ്ട് പറ്റി? ഇതെങ്ങനെ സംഭവിച്ചു? നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയേ. എന്നെയും നിങ്ങളെയും മുറിച്ചെടുത്ത ആ കനിഗർഭത്തിലേക്കൊന്ന് തിരിച്ച് നോക്കിയേ. ഇവിടെ വരെ എത്തിയതിന് കാരണം ആരാ? എന്താണ് നമ്മൾ അതിനു വേണ്ടി, നമ്മൾക്ക് എന്താ ബെനിഫിറ്റ് ഉണ്ടായിരുന്നത്? നമുക്കെന്താ ഗുണമുണ്ടായിരുന്നത്? ഇല്ല. എൻ്റെ ദൈവത്താലാണെന്ന് ഉറപ്പുള്ള വിശുദ്ധന്മാരാ, വിശുദ്ധമതികൾ ആ കര ഉയർത്തി ഒന്ന് പറയാമോ? ഒരിക്കലും എൻ്റെ ബെനിഫിറ്റ് അല്ല, ഒരിക്കലുമല്ല. നമ്മൾ അനുഭവിക്കുന്ന നന്മകളാകട്ടെ, ആത്മീകവും ഭൗതികവുമായ സന്തോഷങ്ങളാകട്ടെ, ഇതിനൊന്നും ഒരിക്കലും നമ്മളാരും യോഗ്യരല്ല. ദൈവത്തിന് സ്തോത്രം. അതാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവ് വരുമ്പോ ഉണ്ടല്ലോ, എന്നോട് പിണങ്ങരുത്. അന്യഭാഷയും സ്തോത്രവും പ്രവചനവും മാത്രമൊന്നും അല്ല, അറിയാത്ത ഒരു ഉറപ്പ്, ഒരു കൺവിക്ഷൻ. നമ്മളുടെ വിശ്വാസം ഉറപ്പായിട്ട് മാറുന്നു. ഉറപ്പുള്ളവർക്കായിട്ട് ഇന്ന് പകൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്നെ കേൾക്കുന്ന ദൈവവേദലേ, നീ ഉറച്ചു നിൽക്കും, നിന്നെ ദൈവം ഉറപ്പിക്കും. പുസ്തകം പറയുന്നത് അവൻ നിങ്ങളെ ഉറപ്പിക്കും, അവൻ നിങ്ങളെ ശക്തീകരിക്കും. ദൈവത്തിന് എൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ ദാസൻ ഡാനിപ്പാസ് ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എൻ്റെ സഭയിലാണ്. അപ്പം അദ്ദേഹത്തിന് വലിയ ശാരീരിക പ്രശ്നമാണ്. ഞാൻ ഇടയ്ക്ക് അവിടെ പോയിരിക്കും. വലിയ ശാരീരിക പ്രശ്നമാണ്. കാല് ഒക്കെ ഭയങ്കര വേദനയും വലിയ കഷ്ടമാണ്. എൻ്റെ അച്ഛാ, ഇന്ന് വരെ ആ മനുഷ്യനോട് ഞാൻ അവിടെ ചെന്നിരുന്ന് സംസാരിച്ച് ഇന്ന് വരെ ആ മനുഷ്യനൊരു പരാതി എന്നോട് പറഞ്ഞിട്ടില്ല. കൂടെ എന്നോട് പറയും. കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലൊന്നും അനക്കാൻ വയ്യ. ഈ കുറച്ച് മാംസം എല്ലാം ചെത്തിക്കളഞ്ഞ് വെച്ച് അവിടെ കൊണ്ടിട്ടേക്കുക. പുള്ളി എന്നോട് പറയുകയെന്നേ,
എന്നോട് പറയുക, അപേക്ഷിച്ചാൻ എന്നോട് പറയാന്നേ, എനിക്ക് ഇത്രയല്ല വന്നുള്ളൂ. ലോകത്തിൽ ആരും എന്നോട്, ഞാൻ 32 വർഷമായി പാസ്റ്റായിട്ട്, എനിക്ക് അത്ഭുതം. പുള്ളി പറയും എനിക്ക് ഇത്രയല്ല വന്നുള്ളൂ. സ്തോത്രം. ദൈവത്തിന്റെ പൈതലേ, നിങ്ങൾ ഓർത്തു കൊള്ളണം, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മളുടെ കഴിവൊന്നും വലിയ കാര്യമല്ല. എന്നാൽ അകത്ത് പകർന്ന ദൈവിക പ്രത്യാശയ്ക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എത്ര പേർക്കറിയാം, വി ഷാൽ ഓവർകം, നമുക്കിവിടം അതിജീവിക്കാൻ കഴിയും, ഇവിടെ നിന്ന് നാം മുൻപോട്ട് പോകും. ദൈവ പൈതലേ, നിന്റെ മുമ്പുള്ള ഒരു വൈതരണികളും വെല്ലുവിളികളും ഒരു വെല്ലുവിളി അല്ല, ഇതിനപ്പുറം നാം പോകും. കർത്താവിന് സ്തോത്രം. അത് കഴിഞ്ഞിട്ട് ഒടുവിൽ ഈ പ്രത്യാശയൊക്കെ കഴിഞ്ഞിട്ട് ഒടുവിൽ നമ്മളെ അദ്ദേഹം ഈ പുസ്തകം കൊണ്ടുവരുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തിയാണ്. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് നിങ്ങൾക്കറിയാമോ? ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് വിശ്വാസമല്ല. ആമേൻ. ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് പ്രത്യാശ അല്ല. ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് അറിയാവുന്ന എത്ര പേരുണ്ട്? സ്നേഹം. സ്നേഹം. എന്താ തെളിവ്? എന്നോട് പൊറുത്തു, എന്നോട് ക്ഷമിച്ചു. ഇന്നും ദൈവത്തിൻ്റെ പൈതലേ, 10,000-കണക്കിന് ആളുകൾ തള്ളിക്കളയുമ്പോഴും, ആളുകൾ കുറ്റം പറഞ്ഞ് മാറ്റി നിർത്തുമ്പോഴും, എന്നെയും നിന്നെയും സ്നേഹിക്കുന്ന ഒരാൾ അദ്ദേഹം ചോദിക്കുന്നു, മകനെ ഇത് മതിയോ? പ്രാണൻ തന്നവൻ. പൗലോസിന്റെ ഭാഷയിൽ അദ്ദേഹം പറയുകയാണ്, സ്വന്തം പുത്രനെ ആദരിക്കാതെ, ചേർന്നൊന്ന് പറയാമോ? സ്വന്തം പുത്രനെ ആദരിക്കാതെ ലോകത്തിലെ ഇതിനപ്പുറം ഒരു സ്നേഹമില്ല, ഇതിനപ്പുറം ഒരു സ്നേഹമില്ല, ഇതിനപ്പുറം ഒരു സ്നേഹമില്ല. എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് വിശ്വാസ വിഷയത്തിൽ താല്പര്യമുണ്ട്. പക്ഷേ എന്നെ വിശ്വാസ മാർഗത്തിൽ നിലനിർത്തിയത്, ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് എൻ്റെ യേശുവിൻ്റെ സ്നേഹമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം നമ്മോട് പറയുന്നത്. അപ്പോൾ നമ്മൾ 11-ാമത്തെ അധ്യായമൊക്കെ വായിച്ചു വരുമ്പോൾ നമുക്കറിയാം, വലിയ കാര്യമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം നമ്മളോട് പറയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ ആ കാര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നമ്മളോട് പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ശക്തി, ആ വിശ്വാസത്തിൻ്റെ ശക്തി അനുഭവിച്ച ആളുകൾ, ദൈവത്തിലുള്ള വിശ്വാസവും വിശ്വാസത്തിൻ്റെ ശക്തി അനുഭവിച്ചും, അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാവരും ലോകപ്രകാരം വിജയിച്ചവരൊന്നും അല്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, നമ്മളെല്ലാം വിജയിച്ചവരെയാ മിക്കവാറും കാണുന്നത്. എനിക്കൊന്ന് ഡേവിഡ് ലിവിങ്സ്റ്റൺ ഈ ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വരുന്ന ഉടനെ കരയിലൊരു ഭയങ്കര ആൾക്കൂട്ടം. പുള്ളി പറഞ്ഞു, എന്നെ സ്വീകരിക്കാനായിരിക്കും ആളുകളെല്ലാം കൂടെ നിൽക്കുന്നത്. നെവർ, ഒരിക്കലുമല്ല. വേറൊരു രാജ്യത്ത് ഫുട്ബോൾ കളിക്കാൻ പോയ ഒരാൾ കൂടെ ആ കപ്പലിലുണ്ടായിരുന്നു. ലിവിങ്സ്റ്റനെ നോക്കിയല്ല, എൻ്റെ പൊന്നു പാസ്റ്റേ, നിനക്ക് ആരും സ്വീകരണമൊന്നും തരുമെന്ന് വിചാരിക്കണ്ട, നിനക്ക് സ്വീകരണം കിട്ടുന്ന മറ്റൊരു സ്ഥലം ഉണ്ട്. ഡേവിഡ് ലിവിങ്സ്റ്റനെ നോക്കിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആരുമില്ല. വളരെ കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് അങ്ങ് ഭയങ്കര സങ്കടമായി. പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് ഈ മനുഷ്യനോട് സംസാരിച്ചു, മോനെ, അവൻ എവിടാ വന്നേന്നറിയാമോ? അവൻ വന്നത് അവന്റെ രാജ്യത്തിലാ. നിനക്കിവിടെ ഒരു രാജ്യമില്ല. നിന്റെ രാജ്യത്തിൽ എത്തുമ്പോഴാ നിനക്ക് സ്വീകാരം. ഒരു സ്തോത്രം ചെയ്തേക്കണേ. നീ തഴയപ്പെട്ടാൽ ഓർത്തോ, നിന്റെ രാജ്യത്തിൽ ചെല്ലുമ്പോഴേ നിനക്ക് സ്വീകരണമുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന് അത് യേശുവിൻ്റെ ആ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം അപ്പോൾ വിശ്വസിച്ച് ആളുകളുടെ കൂട്ടത്തിൽ എല്ലാവരും ലോകപ്രകാരം വിജയിച്ചവരാണോ? ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഈ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം, എനിക്കെന്തേലും പ്രശ്നമോ കഷ്ടമോ വന്ന ഉടനെ ഞാൻ പറയും, ദൈവം എന്നെ ശോധനയിലൂടെ നടത്തുകയാണ്. സാജു പാസ്റ്റർക്ക് എന്തേലും വരുവാന്ന് ഞാൻ എന്നാ പറയും? എന്തോ പറയും? അടുത്തിരിക്കുന്നോട് പറഞ്ഞാൽ മതി. എന്തായിരിക്കും പറയുന്നേ? ദൈവം കൊടുത്തതാ. ഒന്നുകൂടെ ഞോണ്ടി വെച്ച് പറ, നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചാ ഇത് പറഞ്ഞെന്ന്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ അങ്ങനെയാ ചെയ്യുന്നല്ലേ? ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, എല്ലാവരും വിജയിച്ചതായി കാണുന്നില്ല. ചിലർ മരണം സ്വീകരിച്ചു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു. എൻ്റെ ദൈവത്തിൻ്റെ പൈതലേ, ഞാൻ ചിലപ്പോൾ പറയും, വിക്ടോറിയസ് ആയിട്ട് വലിയ വിജയാളികളായി ജീവിക്കുന്ന പലരും ലോകത്തിൽ വിശ്വാസ നിമിത്തം കാണും. പക്ഷേ വിശ്വാസ നിമിത്തം ത്യാഗം അനുഭവിക്കുകയും വേദനപ്പെടുകയും. നമ്മുടെ രാജ്യത്തേക്ക് ഈ ദിവസങ്ങളൊക്കെ കേട്ടല്ലോ, 25 വർഷമായില്ലേ കഴിയുകയല്ലേ ഒരു ദൈവ മനുഷ്യനും അദ്ദേഹത്തിന് 2 പുഞ്ചോമന
കുഞ്ഞുങ്ങളും ഈ രാജ്യത്ത് വന്ന് അവരുടെ ജീവനും ശരീരവും രക്തവും ഒഴുക്കി ദൈവപുത്രന് വേണ്ടി നിന്നു. ഞാൻ ചോദിക്കുന്നു, അവർ വിജയിച്ചുവോ? വിജയിച്ചെന്ന് ഉറപ്പുള്ള ഒരു കൈ ഒന്ന് ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞേക്കണം. കാരണം ഇവിടെ കൊണ്ട് തീരുന്നതല്ല, ഈ കാണുന്നത് താൽക്കാലികം. എം പി ചാക്കോ സാറ് എന്നെ തിയോളജി പഠിപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ചാക്കോ സാർ ഞങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, എവിടോ ചെന്ന് ഒരു ബൈബിൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി വന്ന് ചാക്കോ സാറിനോട് ചോദിച്ചു, അപ്പൊ ഇപ്പൊ കാണുന്നതെല്ലാം ടെമ്പററിയാന്ന് തോന്നുന്നു. ഹലോ, ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്. ഇതെല്ലാം പോകും, ഇതെല്ലാം അവസാനിക്കും. അവസാനിക്കാത്ത ഒരു കാലം വരുന്നു. ഞാൻ വേഗം മുമ്പോട്ട് വരുന്നു പ്രിയമുള്ളവരെ. ഇവിടെ ആ കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. പിന്നീട് നമ്മളോട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു. സമയച്ചുരുക്കം കൊണ്ട് ഞാൻ വേഗം മുമ്പോട്ട് വരികയാണ്. ഇവിടെ നമുക്കറിയാം, കർത്താവിനെ നോക്കിയച്ച് വേണം നമ്മൾ ഓടാൻ. നമ്മൾ ഓടുക എന്നുള്ളതാണ് ദിവസങ്ങളിലൊക്കെ നമ്മളെല്ലാവരും സ്ഥിരതയോടെ സ്റ്റേ ഇൻ ദ റണ്ണിങ് എന്നുള്ളതാ. കായിക അഭ്യാസ പരാമർശങ്ങൾ വേദപുസ്തകത്തിൽ കായിക അഭ്യാസ പരാമർശങ്ങൾ അനവധിയുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം, ഈ പുസ്തകം എഴുതുന്ന ആ സാഹചര്യത്തിലെ ഒരു പ്രധാനപ്പെട്ട അവരുടെ അന്നത്തെ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിരുന്നു കായികാഭ്യാസങ്ങൾ. അതിലെ ഈ എന്തിനു വേണ്ടിയാ കായികാഭ്യാസങ്ങൾ എന്നറിയാവോ? എന്തിനു വേണ്ടിയാ ജനറൽ കൺവെൻഷൻ? നമ്മുടെ വീട്ടിലെ ഊണിന് ഭയങ്കര വിലയായി. ഇവിടെ 10 രൂപ എടുത്ത ഊണ് കിട്ടും. അതിനാണോ? ഹലോ, ഒരാളും അനങ്ങുന്നില്ല. എൻ്റെ വീട്ടിൽ ഇതുപോലെ ഊണാണ് ഉണ്ടാക്കണേ, ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷേ നിങ്ങൾ നോക്കിയേ, എന്തിനാണ് കായികാഭ്യാസ പരാമർശങ്ങൾ? എന്തിനാണ്? അതിൽ ഏതാണ്ട് 3 പ്രധാന. ഒന്ന്, ഈ കായികാഭ്യാസത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ കായിക ക്ഷമത വർദ്ധിപ്പിക്കുക. ദിവസങ്ങളെല്ലാം ഈ പിടിച്ചിരുത്തി നമ്മളെ ഹലോ കേൾപ്പിക്കുക. എന്തിനാണെന്നറിയാമോ? കായികക്ഷമത എന്ന് വർദ്ധിക്കണം. ഇങ്ങനെ ഇരുന്നാ പോരാ. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് പോലും ഓടിപ്പോ ഭയങ്കരമായിട്ട് ഓടിക്കുക. നമ്മുടെ കായികക്ഷമത വർദ്ധിക്കണം. അവിടെ ചില പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. സമ്മതിക്കുന്ന ഒരു സ്തോത്രം ചെയ്താൽ മതി. ഞാൻ വിചാരിക്കും ഓവർസിയർക്ക് ഈ പുസ്തകത്തിലെ ഈ തീം കൊടുക്കാൻ കാര്യം നമ്മുടെ കായികക്ഷമത വർദ്ധിക്കണം. ഇങ്ങനെ പോയാൽ അവിടെ എത്താൻ പാടാ. ദൈവത്തിന് സ്തോത്രം. ഞാൻ കൊല്ലത്ത് പ്രവർത്തിക്കുമ്പോഴേ ആ അച്ചായൻ മരിച്ചുപോയി. ഒരു നല്ല ഭക്തനായ ഒരു അച്ചായനുണ്ട്. ആൻറ്റി വേണ്ടതുപോലെ വിശ്വാസത്തിൽ വന്നിട്ടില്ല. ചെന്നെല്ലാം ഞാൻ പറയാം, ആൻറ്റി ഒരു കാര്യം പറഞ്ഞേക്കാം, കർത്താവ് വന്നാൽ ഇങ്ങാരങ്ങ് പോവും. ആൻറ്റിയുടെ കാര്യം കട്ടപ്പുകയാന്ന്. അന്നേരം പുള്ളിക്കാരി പറയും, ഞാൻ പുള്ളി പോകുമ്പോൾ കാലെ പിടിച്ച് ഞാനിവിടെ പോകും. അങ്ങനെ കാലെ പിടിച്ച് പോകാൻ പറ്റത്തില്ല. നമ്മൾ ഒന്ന് ശക്തിപ്പെടണം. നമ്മളൊന്ന് കുടഞ്ഞെഴുന്നേൽക്കണം. നമ്മുടെ കായിക ക്ഷമതയൊന്ന് വർദ്ധിപ്പിക്കണം. എത്ര പേര് താല്പര്യപ്പെടുന്നു? ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വചനം നിമിത്തം, കേൾക്കുന്ന ദൂതുകൾ നിമിത്തം എൻ്റെ കായിക ക്ഷമത ഒന്ന് വർദ്ധിപ്പിക്കണം. ഒന്നാമത്തെ കാര്യം കായിക ക്ഷമത വർദ്ധിപ്പിക്കുക, ശക്തീകരിക്കപ്പെടുക, അവരെ ആ നിലയിൽ ഒരുക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം ഐക്യബോധം ഉണ്ടാക്കാൻ. നമ്മളൊക്കെ ഉണ്ടല്ലോ, എനിക്കാന്ന് ക്രിക്കറ്റിനെ കുറിച്ച് വലിയ 2-3 ആളുകൾ ഈ നിലംതല്ലി പോലൊരു സാധനം കൊണ്ട് ഓടുന്നല്ല, അതിനെക്കുറിച്ച് വലിയ കാര്യം അറിഞ്ഞുകൂടാ. പണ്ടൊരു രാജാവ് ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരിക്കുന്ന ഉടനെ രാജാവിന് കളിയെക്കുറിച്ച് ഒന്നും പിടികിട്ടുന്നില്ല. അവിടെ ഒറ്റ പന്തിന്റെ പുറകെ 10-11 പേര് ഓടുന്നു. അപ്പൊ ചോദിച്ചെന്തിനാ? എല്ലാവർക്കും അടിക്കാൻ കിട്ടാൻ വേണ്ടിയാ. രാജാവ് പറഞ്ഞു 11 പന്ത് എല്ലാവർക്കും മേടിച്ചു കൊടുക്കാൻ. ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്രിക്കറ്റ് കളിയെ കുറിച്ച് ഒന്ന് പറഞ്ഞോളൂ. എന്നാലും ഇരിക്കട്ടെ, ഭക്തിയുള്ളവരും വിശുദ്ധന്മാരും ഒക്കെയാ. ഇന്ത്യയും പാകിസ്ഥാനൂടെ കളി നടന്നെന്ന് പറഞ്ഞാൽ, ഞാനിരുന്ന ഒരു സഭയിലെ ഒരു അച്ചായനുണ്ടായിരുന്നു. ഈ കളിയുള്ള ഞായറാഴ്ച അന്ന് എന്നെ ഇങ്ങനെ കാണിക്കും. അല്ലാത്ത ദിവസം അച്ഛൻ ഒരു പ്രശ്നവും ഇല്ല, പിടികിട്ടിയതിനായിട്ട് സ്വന്തം. അപ്പോൾ എന്തിനാ ഇതൊരു ടീം സ്പിരിറ്റ് ഉണ്ടാകാനാ. മനസ്സിലായോ? ഈ കൺവെൻഷൻ ഇങ്ങോട്ട് വന്നേച്ച് സ്പ്ലിറ്റ് ആക്കാനല്ല. അടുത്ത ആൾക്കുന്ന ആളെ ഒന്ന് വിളിച്ച അടുത്ത ആളിനെ. കുഴപ്പമുണ്ടാക്കാനല്ല, ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാകാൻ. ദൈവസഭ എന്നൊരു സ്പിരിറ്റ് ഉണ്ടാകണം. ദൈവത്തിന്റെ ജനം എന്നൊരു ബോധ്യമുണ്ടാകണം. ഇന്ന് പകൽ മറന്നു പോകരുത്. എത്ര പേര് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ കളി ഇവിടെ ഇത് നടക്കുന്നതിന്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശം അറിയണം. ദൈവമൈതലേ, നാം ഒറ്റയാണ്, നാം ഒരുമിച്ചാണ്, നാം ക്രിസ്തുവിൽ ഒന്നാണ്. സമ്മതിക്കുമെങ്കിലോ കര ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യണം. ഞാൻ പറഞ്ഞു, ആരോഗ്യമുള്ള ജനത, കായികക്ഷമത ഉണ്ടാവുക, ഐക്യബോധം ഉണ്ടാവുക.
സ്വോത്രം. ഞാൻ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം, എവര് പ്രാതിനിധ്യമുള്ള രാജ്യം ഏതാണോ ആ രാജ്യത്തോടുള്ള ബന്ധം വർദ്ധിക്കണം. അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി ആഗ്രഹിക്കണം. ഇന്ത്യയും പാകിസ്ഥാനൂടെ കളി നടക്കുമ്പം നമുക്ക് ഒരു കളി അറിഞ്ഞുകൂടാ, റഫറി പറയുന്നതും പിടികിട്ടുന്നില്ല, എന്നാലും അടിക്കാൻ. സ്വോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഇപ്പൊ കായികക്ഷമത വർദ്ധിപ്പിക്കണം. ഞാൻ എൻ്റെ വാക്ക് തൽക്കാലം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നല്ലോ. അത് കഴിഞ്ഞേച്ച് ഒറ്റ ചെറിയ കാര്യം കൂടെ പറയുന്നു. നമ്മളോട് പറയുകയാണ്, സ്ഥിരതയോടെ ഓടണം. എങ്ങനെ ഓടണം? സ്ഥിരതയോടെ ഓടണം. ഈ ലക്ഷ്യത്തിലേക്ക് ഓടണം. പണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ അത്ലറ്റിക് മത്സരങ്ങളിൽ വിജയിച്ച ഒരു പോലീസുകാരനെ ചാർജ് ചെയ്തു. അവിടേക്ക് വന്ന് അദ്ദേഹം ചാർജ് എടുത്തിരിക്കുക. ചാർജ് എടുത്തപ്പോൾ ഇദ്ദേഹത്തെയാണ് വലിയ പ്രതിസന്ധിയുള്ള വലിയ